10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് വേണ്ട, ആ ഉള്ളി അരിയേണ്ട താമസമേ ഉള്ളൂ. ഇത് പെട്ടെന്ന് നമുക്കൊരു തോരൻ കറിയായി. ഇപ്പോൾ ലില്ലിയമ്മേ, ഇന്ന് എന്നാ സ്പെഷ്യലായിട്ട് ഒന്നും കാണുന്നില്ല, ഒരു സബോള മാത്രമല്ല കാണുന്നുള്ളൂ. ഇതൊരു സബോള നമുക്ക് തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് ഒന്ന് തോരൻ വെക്കാം. അല്ലാതെ നമ്മൾ അരിഞ്ഞിട്ട് വെക്കുന്നതല്ല, അതുപോലെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ സവോള ഉള്ളിത്തോരനാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ സവോള മാത്രം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഓർത്ത് ചോദിച്ചു പോയതാ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഉള്ളിത്തോരൻ ലില്ലിയമ്മയുടെ വക ഇന്നുണ്ടാകാം. പിള്ളേർക്കൊക്കെ രാവിലെ ചോറിനൊക്കെ കൊടുത്തു വിടാൻ വേഗം കറിയായി. സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി, മാതാപിതാക്കൾക്ക് ഒരു എളുപ്പവഴി. എന്നാൽ തയ്യാറാക്കിയാലോ? നമുക്ക് തീ കത്തിക്കാം. എണ്ണ ഒഴിക്കാം കേട്ടോ. കടുകിടട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇടാം കേട്ടോ. കരിവേപ്പില ഇട്ടു, ഇത്തിരി ഇഞ്ചി ഇട്ടു, ലേശം ഉപ്പിട്ടു. എന്നിട്ട് നമുക്കിനി ഇളക്കാം. എന്നിട്ടിങ്ങനെ തട്ടിപ്പത്തിയുടെ ഇച്ചിരി നേരം വെക്കാം. മൂടി വെക്കാവേ. ഇത് നമുക്ക് തുറക്കാം. ഇത് ഞാൻ തേങ്ങയും ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ഒതുക്കിയെടുത്തതാണ്. സാധാരണ നമ്മൾ ചിരണ്ടിയിടും, ഇത് ഒതുക്കിയിട്ടതാണ്. ഇത് നമുക്കിതിൻ്റെ അകത്തോട്ടിടാം. ഇത് മൊത്തം ഇളക്കാതെ ഈ ഉള്ളി കൊണ്ട് തന്നെ ഇത് നമുക്കൊന്ന് മുകളിലായിട്ട് എടുത്ത് വെക്കാം. പച്ചമുളകും ലേശം മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും തേങ്ങയും കൂടി ഒതുക്കിയത്. തീ അല്പം കുറച്ച് വെക്കാം കേട്ടോ. രാവിലെ നമുക്ക് പിള്ളേർക്ക് ചോറിന് കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പം എന്തെങ്കിലും പെട്ടെന്ന് ഒരു കറിയും കൂടെ വേണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് വേണ്ട, ആ ഉള്ളി അരിയേണ്ട താമസമേ ഉള്ളൂ. ഇത് പെട്ടെന്ന് നമുക്കൊരു തോരൻ കറിയായി. വിരുന്നുകാർക്ക് കൊടുക്കാനോ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനോ, ഇനി നമ്മൾ തന്നെയുള്ളെങ്കിലാണേലും പറ്റി, അല്ലെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാകാവുന്ന ഒരു കറിയാണ്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് നോക്കാം. ലേശം കൂടെ വേകാനുണ്ട്, നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം. ഇത് തീ ഇച്ചിരി കൂട്ടി വെക്കാം. നമുക്ക് ഇനി തുറന്ന് നോക്കാവേ. മൂടണ്ട. നമ്മുടെ ഉള്ളിത്തോരനായി കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഉള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ട് അല്ലേ? ലേശം കയ്യിലേക്ക് ഇട്ടുതരാൻ വെച്ച്. ചൂടായിരിക്കുമോ? കുഴപ്പമില്ല. കലക്കം തോരന. ഈ ഉള്ളിത്തോരൻ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ തോന്നില്ല, പക്ഷേ സംഭവം ഗംഭീരം. ശരിക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ? ഇപ്പം പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്, അന്നേരം പെട്ടെന്ന് ഒരു 2 സവാള എടുത്ത് അരിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ലില്ലിയമ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പം വീട്ടിൽ
പെട്ടെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ വരുമ്പോൾ കറി പോരാന്ന് നമുക്ക് തോന്നിയ വേഗം ഒരു തോരനും കൂടെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാൻ സവോള മിക്ക വീടുകളിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉള്ളിത്തോരനാണ്. തേയും കെടുത്താം. എല്ലാവരും ഉള്ളിത്തോരൻ ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും. എന്നാലും ഇതിനെന്തോ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. അത് ലില്ലിയമ്മയുടെ കൈപ്പുണ്യാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടെ. അതെ അതെ. അപ്പോൾ എന്തായാലും നല്ലൊരു ഉള്ളിത്തോരൻ ഇന്ന് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. സംഭവം നല്ല അടിപൊളിയാണ്. അപ്പം നമുക്ക് പിന്നെ ഒരു വീഡിയോ ഇട്ട് കാണാം അല്ലേ. എല്ലാവർക്കും